Hey guys, welcome to a പുതിയ vlog. Guys, ഇന്ന് നമ്മുടെ കണ്ണാളിയൻ അവന്റെ ഒരു ഡ്രീം കാർ, കണ്ണൻ മാത്രമല്ല കണ്ണനും പീപ്പിയും കൂടെ ചേർന്ന് അവരുടെ ഡ്രീം കാർ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ്, കാരണം മഴവില്ലിൽ ഷൂട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പോംവഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് എന്തായാലും എനിക്കിതൊക്കെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എന്റെ അസിസ്റ്റന്റ് വ്ളോഗറായിട്ട് വർഷയെ അപ്പോയിന്റ് ചെയ്തിട്ട് അവളുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞേക്കണം. അപ്പൊ ഇന്ന് കൂടെ ജോബി ഉണ്ട്. അപ്പൊ അവൻ ഷൂട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ്, അല്ലാതെ അല്ലെങ്കിൽ അവള് എടുക്കൂല. ചിലപ്പോൾ എന്തെങ്കിലും കാണും, ചിലപ്പോൾ ഒന്നും കാണില്ല. എന്താണോ അവൾ എടുക്കുന്നത് അത് ഞാൻ ഇവിടെ തരാം. ഓക്കെ, എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഞാൻ ഷൂട്ടിന് പോവാൻ നിൽക്കുകയാണ്. അപ്പോ ഇന്നൊരു ഉച്ചയോട് അടുപ്പിച്ചായിരിക്കും അവൻ കാർ എടുക്കുന്നത്. നമുക്ക് നോക്കാം, അവൾ റെഡി ആയിട്ട് വരട്ടെ. എന്തായാലും ജോബിയെ എടാ വല്ലപ്പോഴും ഒക്കെ ഒന്ന് രാവിലെ എഴുന്നേക്കടാ. അവള് മിക്കവാറും ഒന്നും മിണ്ടൂല. അപ്പം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്ക് ചില സിറ്റുവേഷനുകളിൽ. ഇപ്പം മനസ്സിലായല്ലോ സാധനം. ഓക്കെ, നിന്റെ അഭിപ്രായം എന്താണ്ടോ കുട്ടി? അവളെ എടുക്കുവോ വ്ളോഗ്? ആണല്ലേ, ചട്ടിക്കൊത്തയോ? ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് ആണ് ഗേസ്. മെട്രോ ഗ്ലാസ് ഒക്കെ വെച്ച് രാവിലെ തന്നെ ഞാൻ മഴവിൽ ഷൂട്ടിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കിട്ടിയ പിന്നെ ഞാൻ ഊരിയിട്ടില്ല. ഇത് ഭയങ്കര രസമുള്ള ഒരു സാധനമാണിത്. ഇതിന്റെ അഡ്വാൻസ് വെർഷൻ വന്നിട്ട് പോർട്രേറ്റ് അല്ലാതെ ലാൻഡ്സ്കേപ്പ് വീഡിയോ കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു കാലത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗോണ ബി എപ്പിക്. സുഹൃത്തുക്കളെ, പോകാൻ റെഡിയായി. എന്റെ സഹധർമ്മിണി എത്തിയിരിക്കുകയാണ്. എന്റെ ചന്തി നനഞ്ഞു. സുഹൃത്തുക്കളെ, എന്റെ ചന്തി നനഞ്ഞിരിക്കുകയാണ്. കാണിച്ചു കൊടുത്തേടാ. ഐശ്വര്യപൂർണ്ണമായ തുടക്കം. എന്തായാലും ഷൂട്ടിന് കൊണ്ടുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് വേറെ കോസ്റ്റ്യൂം ഉണ്ട്. മാറി സൈഡിലോട്ട് എടുത്തു. അപ്പോ എപ്പിക്കുകയാണ്. എന്റെ കടബാധ്യതകളും എന്റെ സമ്പാദ്യവും എല്ലാം. സൈലന്റ് വ്ളോഗ് ഒന്നുമില്ല, ഞാൻ പോവും, കണ്ണൻ ചേട്ടന്റെ റിയാക്ഷൻ എടുക്കും, കാർ എടുക്കണത് എടുത്ത്, അത്രേ ഉള്ളൂ. അത്രയൊക്കെ മതി എനിക്ക്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എപ്പിക്കുകയാണ്. നിങ്ങള് കമന്റിൽ ഡീമോട്ടിവേറ്റ് ചെയ്ത് വിടണം. ഇനി മേലെ ഇങ്ങനത്തെ കാര്യങ്ങൾ പണ്ടാരോ എവിടെയോ പറഞ്ഞു കേട്ടത്. എനിക്കറിയാം, അത് ഞാൻ ഇപ്പോഴും പറയണോണ്ട് എനിക്ക് വരില്ല. ഇരുന്ന് നമ്മൾ പഠിക്കാനുള്ള ജീവിതത്തിലെല്ലാം നമ്മളെ ഇഷ്ടത്തിന് നടക്കൂലല്ലോ. എഴുതി വെക്കാം. അതെ അതെ, 16/8/2023. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കിയിട്ട് വരൂ. ഞാൻ പോയി 3-4 എപ്പിസോഡ് അടിപൊളിയാക്കിയിട്ട് വരട്ടെ കേസ്. അപ്പൊ ഇനി ഞാൻ ഷൂട്ടിന് പോകുന്നു, ഇവർ അതിന് പോകുന്നു. ഏതിന്? കാറിന്റെ എന്തിനാണത്? നമുക്ക് ഫുള്ള് പാട്ടിടാം, ടൂണിങ് ഇടാം. ഇത് കാരണം BGM മാത്രമേ കാണുകയുള്ളെന്നാണ് തോന്നണത്. അപ്പോ വീഡിയോ പറയുന്നു, നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്തു. അതെന്തിനാണെങ്കിലും വരേണ്ടത് വന്നോളും. ഓക്കെ, അപ്പോ ബൈ ഗൈസ്, ഓഫ് ടു യു വർഷ. തുടങ്ങി സൈലന്റ് വ്ളോഗ്. എന്താണ് മാഡം താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ കാർ എടുത്ത് കണ്ണൻ ചേട്ടൻ അങ്ങോട്ട് പോകണം. ഓക്കെ, ബൈ. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോയാണ്. എവിടെ വെച്ച് ബുക്ക് അടിച്ചതാണ്. ജോബി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ടേടാ. ഇപ്പോഴത്തെ കഴിഞ്ഞ് ഇനി കണ്ണൻ ചേട്ടന്റെ വീട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ പി ചേച്ചിയോടെ പറഞ്ഞിട്ടില്ല ഞാൻ വരണത്. നമുക്ക് നോക്കാം സർപ്രൈസ് ആവൂല്ലേന്ന്. കണ്ടന്റ് ഇപ്പൊ അവര് ചോദിക്കും, നിന്നെ കൊണ്ട് അവര് സർപ്രൈസ് ആവണേ. നമ്മളെ അല്ല, ഇതിപ്പോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നീ എന്തിനു വന്നേന്നൊക്കെ. ഓക്കെ, അപ്പോ ഞങ്ങൾ മഴവില്ലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവര് അതിന്റെ ഇതിനോട്ട് പോകും. അയ്യോ ചേട്ടൻ അടുത്ത് നിൽക്കുന്നു. ഓ, അതാണ് പറയണത് അല്ലേ, കർട്ടൻ റൈസിങ്. വണ്ടിയെ തുണിപൊക്കെ കാണാൻ അതാണ് കണ്ടന്റ്. ആരാ പറഞ്ഞ വർഷക്ക് വ്ളോഗി അറിയാൻ മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പൊ ഇവിടെ ഇറക്കി വിടും. വർഷ ആ റീലിൽ കാണിക്കേണ്ട ഒരു ചെറിയൊരു അംശം കൊടുത്താൽ മതി അല്ലേടാ. ഈ വ്ളോഗിൽ ഞാൻ ഫേക്ക് ആണ്. സ്വന്തം ഭർത്താവിന്റെ ഫേക്ക്. അവൾ ഉള്ളതുപോലെ പറയുന്നില്ല സുഹൃത്തുക്കളെ. അല്ലല്ല, അകത്ത് വഴിയിലിറക്കി വിടാൻ പോണ. അപ്പൊ നോക്കിക്കോ. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങൾ മഴവിൽ മനോരമയിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് പോവാൻ സമയമായിരിക്കുന്നു. ഞാൻ ഇറങ്ങട്ടെ പതുക്കെ. കുഞ്ഞാപ്പ ടാറ്റ. നല്ലോണം ചെയ്യണം കേട്ടോ. പരീക്ഷക്കൊക്കെ പറഞ്ഞു വിടണം. നടക്ക് എടാ, ഏറ്റല്ലോ അല്ലേ. ഇത് തീരാൻ നേരത്ത് ഞാൻ വരാം സുഹൃത്തുക്കളെ. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവണുണ്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. നമ്മളിപ്പോ ചേട്ടനെ ഡ്രോപ്പ് ചെയ്തിട്ട്
അടുത്തിപ്പോ ക്യാമറ ഷിഫ്റ്റ് ആയി. അതൊക്കെ ജോബി ചേട്ടൻ എന്നോട് പറയാൻ പറഞ്ഞു. ക്യാമറ ഷിഫ്റ്റ് ആയി, ജോബി ചേട്ടന്റെ ഫോണിലാണ് ഇനി വ്ളോഗ് എടുക്കണം. അത്രേ ഉള്ളൂ. ബൈ. ഇപ്പൊ റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് ട്രൈ ചെയ്യണം. ഇതൊക്കെ ചെയ്യാനായിട്ട് എന്തൊക്കെയോ സൗണ്ട് കേൾക്കണം. ബൈ. പ്രോ ഡ്രൈവറാണ്. അതെടുത്ത് പറയണം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. എന്തായാലും മതി, ഇനി മാറ്റാം. നമ്മൾ എത്തിയിട്ട് വരണം. നമ്മൾ കണ്ണഞ്ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇനി നമുക്ക് എത്തി ഇതോ വീട് കാണിച്ചോട്. ഇനി ജോബി ചേട്ടൻ ഒന്ന് ഇറങ്ങി ആ സൈഡ് ഒന്ന് നോക്കി തരണം. എന്നിട്ട് അവരെ സർപ്രൈസ് ചെയ്യാം. ഇത് ബർത്ത്ഡേ ഒക്കെ പോലെയാണല്ലോ. ബെല്ലടിക്കുമ്പോൾ സർപ്രൈസ് അവരിവിടെ ഇല്ലാന്ന്. അവർക്ക് കാണാൻ പറ്റൂല, അതുവഴി കാണാൻ പറ്റും. ഹായ്, പുതിയ കാർ എടുക്കാൻ പോണ ആൾക്കാർ. ന്യൂ ബ്ലോഗർ ഇൻ ടൗൺ. ചേട്ടൻ പറഞ്ഞോട്ടല്ല. നമ്മളെത്തി. ഇനി കഴിഞ്ഞിട്ട് ബാക്കി പോവാം. നിങ്ങൾ കാർ എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ വരാതിരിക്കും. അതുവരെ ഞാൻ തീരുമാനിച്ചില്ല. അപ്പോഴും ഫീബി ചേച്ചി മുടിയൊക്കെ വെട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ. സന്തോഷായ പറ, അതില് സന്തോഷായെന്ന്. കണ്ണചേട്ടൻ എവിടെ? അപ്പൊ കുളിച്ചിട്ടായിരുന്നു. ഇപ്പൊ കേട്ട് കാണാം എന്റെ ബഹളം. എന്നാലും പി ചേച്ചി സർപ്രൈസ് ആയി. താങ്ക് യു. നമ്മളെ ആക്ടിങ് ആയിരുന്നു. പി ചേച്ചി വിളിച്ച് ലൊക്കേഷൻ ഒക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഡൗട്ട് ആവൂലേ ജോബി ചേട്ടൻ എങ്ങനെ ലൊക്കേഷൻ അറിയാന്ന്? ഞാൻ അപ്പോഴേ പറഞ്ഞു എന്തിന് പി ചേച്ചി അങ്ങനെ ഇന്നത്തേക്ക് മാത്രം. നമ്മൾ ഇനി ഇങ്ങനെയാണ് വ്ളോഗ് ചെയ്യാൻ പോണ. ഈ സാധനം കണ്ട എന്റെ പുതിയ സെറ്റപ്പ്. എനിക്കറിയാം, പക്ഷെ ഇത് വെച്ചോണ്ട് എനിക്ക് എടുക്കാൻ മാത്രം ഞാൻ പഠിച്ചോണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് ഇതിന്റെ ഇഷ്ടത്തിന് തനിയെ പോകും. ഇപ്പൊ എനിക്ക് പി ചേച്ചിയെ ഫോക്കസ് ചെയ്യണം. അല്ലല്ല, ഞാൻ ഇതിലൊരു എക്സ്പേർട്ട് ആയിട്ട് വരാം. ഇതൊക്കെ ചേട്ടൻ പറയണം, ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ചേട്ടന്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്തു കൊടുക്കാൻ പോണ ഇങ്ങനെയാണ് പി ചേച്ചി. ഇപ്പൊ ഞാൻ ഇതില് നമ്മൾ ഈ സാധനം കണ്ടില്ലേ, ഇതിനെ ഫോക്കസ് ഹെഡ്സെറ്റ്, ഷോർട്ട് ഫോമിൽ സെറ്റ് എന്ന് വിളിക്കും. അതിനെ ഫോക്കസ് ചെയ്ത് ഞാൻ ഒരു റൗണ്ട് ഷോട്ട് എടുത്ത് കാണിച്ചു തരാം. ഇത് അതിൽ വരും. ടേക്ക് 2. കണ്ണഞ്ചേട്ടൻ്റെ ഇമോഷണൽ വീഡിയോയ്ക്കുള്ള ബിഹൈൻഡ് ദ സീൻസ് പി ചേച്ചി പ്രിപ്പയർ ചെയ്താ. കണ്ണഞ്ചേട്ടൻ ഭയങ്കര പ്രിപ്പറേഷൻ ആണല്ലേ. അതുകൊണ്ട് ഫോൺ എഴുതി വെച്ചേക്കണം. പറയണമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. ചിലപ്പോ നമ്മളത് ഭയങ്കര വെട്ടിത്തുറന്ന് പറഞ്ഞാലേ പല ആൾക്കാരുടെയും ഭയങ്കര ഹേർട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ണഞ്ചേട്ടൻ ഇന്ന് ഭയങ്കര സീരിയസ് ആണല്ലേ. കാർ എടുക്കാൻ തന്നെയല്ലേ പോണേ. കാർ എടുക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു പോണേ. അപ്പൊ കഷ്ടപ്പാട് കാണാൻ കണ്ണഞ്ചേട്ടന്റെ വ്ളോഗ് പോയി നോക്കണം. വർഷം ഒരു കുട്ടി വന്നില്ലായിരുന്നു. ഒരിക്കലും കാർത്തി ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോകത്തില്ലായിരുന്നു. അത്രയും നല്ലൊരു അവാർഡ് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്ത് കൺഗ്രാജുലേഷൻസ് കാർത്തി. ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു വിട്ട്. എക്സൈറ്റഡ് ആണോ കാർ എടുക്കണേല്? കഞ്ഞി കുടിക്കണേലല്ലേ കാർ എടുക്കണേല്? സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് അറ്റ് ഹിസ് പീക്ക് ആണ്. കണ്ടിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരാണ്? റെഡിയാണോ വീഡിയോ എടുക്കാൻ, ആക്ട് ചെയ്യാൻ? മുടിയൊക്കെ കാണിച്ചോട്. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ നമ്മള് എനിക്ക് മനസ്സിലായി, ടൂറ് പോണേന്റെ തലേന്നുള്ള ഫീല്. അതുണ്ട് അത്രക്ക് എക്സൈറ്റഡ് ആണല്ലേ. ബട്ടർഫ്ലൈസ് എവിടെ?
അതെനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു, സത്യം പറഞ്ഞല്ലോ. ഇതെനിക്ക് ആക്ച്വലി എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഒരു സൂപ്പർ ബൈക്ക്, ഒരു കാർ. അതൊക്കെ എനിക്ക് വീട് വലിയ എന്റെ ഭയങ്കര ഡ്രീം എന്ന് പറയും. പക്ഷെ കാറും ഒരു സൂപ്പർ ബൈക്ക് ഭയങ്കര ഡ്രീം. അതിൽ ഒന്ന് ഞാൻ ഇന്ന് അച്ചീവ് ചെയ്യാണ്. ഞാൻ നെക്സ്റ്റ് ദൈവത്തിനകത്തോടെ ചേച്ചി റെഡി 1 2 3 സ്റ്റാർട്ട് തുടങ്ങി. ശരിക്കും ബേബി ചേച്ചി പറയാനുള്ള പ്രിപ്പയർ ചെയ്താ, പിന്നെ എന്തിനു ഇന്നത്തോടെ എന്റെ ഇത് നിൽക്കുമെന്നാണ് തോന്നണം. ചേട്ടന് മതിയാവും പറഞ്ഞു വിട്ട്. ചുണ്ടുവിന് എന്താണ് പറയാനുള്ളത്? അപ്പോ നമ്മള് വണ്ടി എടുക്കാനായിട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മളൊരു ബിഗ് 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 ഡ്രീം ഡേ ആണ്. അപ്പോ നമുക്ക് നേരെ ഇറങ്ങാം. നേരെ എങ്ങോട്ടാ പോണ? പക്ഷേ എനിക്ക് പ്രൊമോഷൻ കിട്ടി, അത് ഇതിലോട്ടായി. അപ്പൊ നമുക്ക് നേരെ ബ്ലോഗിങ് നിർത്തി. ചേട്ടാ ക്ഷമിക്കണം, എന്നെ പ്രൊമോട്ട് ചെയ്ത് ബ്ലോഗിന് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാൻ. ഇനി ഇറങ്ങിക്കോ, ഇറങ്ങിയിട്ട് ഓ ചെരുപ്പൊക്കെ കാണിക്കണ്ടേ? ചെരുപ്പ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. സോ ഗൈസ്, നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ കാർ. നമ്മൾ ഇന്ന് പേരേക്കുന്ന ഒരു ചെയിനാണ്, ഒരു ഉടുപ്പുണ്ട്, ഒരു പാന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. നമ്മള് ഷോറൂമിലോട്ട് പോവാണ്. ഓൺ ദ വേ ആണ്. ഓവർ ആയിരിക്കും, ഞാൻ ഏറിപ്പോള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതില് കാണാൻ ഞാൻ നല്ല പോണ കാര്യം ചാറ്റില് കയറ്റാനാ? അത് ശരിക്കും നിങ്ങൾ ഇവിടെ വണ്ടി എടുക്കണോ? നിങ്ങൾ പറഞ്ഞ വണ്ടിയല്ലേ എടുക്കണോ? പക്ഷെ സർപ്രൈസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മള് സർപ്രൈസ്. ശരിക്കും നിങ്ങൾ ഇവിടെ വണ്ടി എടുക്കണം? സത്യം പറഞ്ഞത് എനിക്കുള്ള കാറാണോ? വേണ്ടായിരുന്നു കേട്ടോ കണ്ണു ചേട്ടാ. കാർത്തിച്ചേട്ടൻ ഇത് കാണുമ്പോഴായിരിക്കും അറിയണത് ലെക്സോൺ ടാറ്റ കവർ ചെയ്യാണ്ട് ഇട്ടേക്കാണ് അവരല്ലേ നമ്മള് പറഞ്ഞിട്ട്. ഇവര് നമ്മളെ പ്രാങ്ക് ചെയ്ത് എന്നോട് പറഞ്ഞു മഹീന്ദ്രയുടെ വണ്ടിയാണ് എടുക്കണത്. ഇന്നാളെ കണ്ടപ്പോഴും പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ടാറ്റയുടെ ഷോറൂമിൽ കൊണ്ട് നിർത്തി. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ആണോ ശരിക്കാ രാവിലെ തൊട്ട് കണ്ണഞ്ചേട്ട എന്നോട് ചോദിക്കണോണ്ട് ഏത് വണ്ടി? അപ്പൊ ഞാൻ പറഞ്ഞു മഹീന്ദ്ര. വീണ്ടും ഏത് വണ്ടി? മഹീന്ദ്ര. ഇതെപ്പോ മാറ്റി? ഇനിയൊരു സത്യം പറയട്ടെ, ഇത് ശരിക്കും എനിക്ക് വീണ്ടും പ്രാങ്ക് ചെയ്ത് എനിക്കുള്ള കാറാണ്. അല്ലേ ബേബി ചേച്ചി, ഇത് എനിക്കുള്ള കാറല്ലേ? വെഡിങ് ഗിഫ്റ്റാ? ആനിവേഴ്സറി ഗിഫ്റ്റ്. ഓ ശരിക്കും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ണഞ്ചേട്ടാ എന്ത് ചെയ്യാൻ പോണാ? ഇനി എല്ലാം ഒപ്പിട്ട് കൊടുത്തോ? എന്റെ സാധനത്തിന്റെ വസ്തുക്കളെല്ലാം ഇപ്പൊ മൂടി തുറക്കുമല്ലേ നമ്മള്? കണ്ണചേട്ടൻ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്ത് തകർക്കേട്. ചേച്ചിക്കില്ലേ നാച്ചുറൽ കാറൊക്കെ തടവി. വീണ്ടും ഇവരെന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നുണ്ട്. വന്ന് കയറിയപ്പോ എന്നോട് പറഞ്ഞ് പഞ്ചാണ് എടുക്കാൻ പോണേന്ന്. ഞാൻ വന്ന് നോക്കിയപ്പോ ഒരു വലിയ വണ്ടി മൂടിയിട്ടേക്കണം. അല്ല, അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി ഇത് പഞ്ചല്ല. അങ്ങനെ ഞാൻ ഇപ്പൊ പോയി ഇൻസ്പെക്ഷൻ നടത്തിയപ്പോ ശരിക്കും ഇത് പഞ്ചല്ല, ഇത് നെക്സോൺ ആണ്. നെക്സോൺ അല്ലേ? നെക്സോൺ ആണോ നമുക്ക് ഉറപ്പിക്കാം. വീഡിയോയിൽ ഇപ്പൊ കാണിക്കില്ല, വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെന്ന്. ഇവര് വല്ലാണ്ട് പറ്റി ആണ്. ഇനി പഞ്ച് എനിക്ക് എടുത്തുതരാൻ വല്ല പ്ലാനും ഉണ്ടോ? കണ്ണചേട്ടനൊക്കെ വിചാരിച്ച് ഇങ്ങനെ മൂടിയിട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ബ്രില്യൻ്റ് ആയതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി. ബൈ. വീണ്ടും ഒരു അവസ്ഥ പറ്റി. അത് നെക്സ്റ്റ് അല്ല, സി വെച്ച് തുടങ്ങണ ഒരു വണ്ടി. ഓഫാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അയ്യേ, എനിക്ക് തൊട്ടുപോയിക്ക് വായിക്കാൻ പോലും അറിഞ്ഞൂടാ. ബൈ, വീണ്ടും ബൈ. ഇപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണോ?
കാർ റിവീൽ ചെയ്യാൻ ടൈമായി. ശരിക്കും ഇങ്ങനെ ഇവര് പൊക്കുമ്പോൾ ഞാൻ സർപ്രൈസ് ആവാനുള്ളതായിരുന്നു, പക്ഷെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. വേറെ വണ്ടിയില്ല, തുണി കൊണ്ടിടും. സർപ്രൈസസ്. കാണിച്ചു കൊടുക്കട്ടോ, ഇതാണ് ഈ കൂട്ടത്തിൽ വർഷയ്ക്ക് മാത്രം അറിയാത്ത പക്ഷെ ഞാൻ വന്ന് തൊട്ട് നോക്കി കണ്ടുപിടിച്ചത് പഞ്ചീവി. കണ്ടുപിടിച്ചത് നെക്സോണാണ്. വണ്ടി കാണിക്കട്ടാ. ബാക്കിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഗംഗ ചേച്ചിന്റെ വണ്ടി. ഇവര് നമ്മള് പ്രാങ്ക് ചെയ്ത് നിങ്ങൾക്കായിരുന്നു സർപ്രൈസ്. ആദ്യം വന്ന് കയറിയപ്പോ എന്നോട് പറഞ്ഞു പഞ്ചാണെന്ന്. അപ്പൊ ഞാനത് വിശ്വസിച്ച് താഴെ കണ്ടപ്പോ ഇത് കണ്ടിട്ടല്ല, താഴെ കണ്ട്. മേളിൽ കയറുമ്പോ ഹൈറ്റ് കൂടുതൽ. അപ്പൊ കണ്ണചേട്ടൻ പറഞ്ഞ അടിയിൽ മറ്റേ ഇത് വെച്ചിട്ടുണ്ട് ഹൈറ്റ് കൂട്ടാൻ. അപ്പൊ ഞാൻ ഓക്കെ. എന്നിട്ട് ബാക്കിലെ കർട്ടന്റെ അടിയൊക്കെ പോയി തൊട്ട് നോക്കിയിട്ട് പറയണേ നെക്സോൺ നെക്സോൺ ടിവിയാണ് ഇതെന്ന്. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ വന്ന് തൊട്ട് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണിത് കണ്ടുപിടിച്ച. അതെ അതെ അതെ. ഇവിടെ മൊത്തം ഓടി ഇടപെടേ. ട്രിപ്പ് അടിക്കാം, ഇലക്ട്രിക് വണ്ടിയിൽ ട്രിപ്പ് അടിക്കാം നമുക്ക്. നീ എപ്പോ വരും? ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വരാം. വ്ളോഗ് ഇവിടെ നടക്കണുണ്ട്. എല്ലാരും കൂടെ കൂട്ടത്തോടെ എടുക്കണുണ്ട്. അവളെ മാത്രമേ എടുക്കാതെ ബാക്കിയുള്ള എടുക്കുന്നുണ്ട്. ഓക്കെ ബൈ. ദീപി ചേച്ചിയാണ് ആദ്യമായിട്ട് നാരങ്ങ ഇറക്കാൻ പോണ. ഓക്കെ. ഇന്നത്തെ വ്ളോഗ് ഞാൻ നിർത്തി. മതിയല്ലോ, ഇനി എന്ത് കാണിക്കാനാണ്? അത് ചേട്ടനാണെങ്കിൽ കഴിക്കണത് അതൊക്കെ എടുക്കും. എനിക്ക് ഇത്ര കണ്ണചേട്ടന്റെ ഡ്രോൺ ഷോട്ട് എടുക്കണുണ്ട്. നമ്മള് വരണ വഴിക്ക് കണ്ണചേട്ടന്റെ വണ്ടി റൈഡിങ് കുറച്ച് എന്തോന്ന് ക്ലിപ്സ് എടുത്ത് അടുത്തിനി വ്ളോഗ് ഷോട്ട് ഡ്രോൺ ഷോട്ട് എടുത്ത്. ഓക്കേ ബൈ ബൈ. സുഹൃത്തുക്കളെ, ഇതെന്ത് തീപ്പൊരിയൊക്കെ പറഞ്ഞ് ഞാൻ വ്ളോഗ് തുടങ്ങിയപ്പോ സുഹൃത്തുക്കളെ, രാത്രി 8:57, അതായത് 9 മണിയായപ്പോ ഷൂട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോഴത്തേക്ക് എന്നെ പിക്ക് ചെയ്യാൻ എന്റെ സഹധർമ്മിണി എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വ്ളോഗിങ് എക്സ്പീരിയൻസ്? അതുകൊണ്ടാണ് എനിക്ക് തലവേദനയും തോന്നണം. എന്റെ കൂടെ ക്ഷമിക്കണം കേട്ടോ, എല്ലാവരുടെ അടുത്തും അതെനിക്ക് പറയാം. എന്ത് പറ്റി? എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു. ഒരു എക്സ്പെരിമെന്റ് അല്ലേ, കുഴപ്പമില്ല. അതോടെ ഞാൻ മനസ്സിലാക്കി എന്തോന്ന് 10 reasons why I can't be a vlogger. ഞാൻ മനസ്സിലാക്കി. പക്ഷെ രസം ഉണ്ടായിരുന്നാ? കാർ എങ്ങനെയുണ്ട്? നല്ല രസം. അടിപൊളിയല്ലേ? സർപ്രൈസുകളായിരുന്നു എനിക്ക് കാറില്. എന്തൊക്കെയായിരുന്നു? ആദ്യം ഞാൻ ചെന്നപ്പോ ഇവര് എവിടെ കണ്ണുചേട്ട ഒരു 100 വട്ടം എന്നോട് ചോദിച്ചു നമ്മൾ എങ്ങോട്ട് പോണം. അപ്പൊ ഞാൻ പറഞ്ഞു മഹീന്ദ്ര ഷോറൂം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓക്കെ മഹീന്ദ്ര പോവാന്ന് പറഞ്ഞു പോയപ്പോ എന്നെ ആദ്യം ടാറ്റ ഷോറൂമിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വിചാരിക്കണേ, അല്ല ആദ്യം ടാറ്റ ഷോറൂം എത്താൻ പോയി. എന്നിട്ട് അവിടെ ഫ്രണ്ടിൽ ഒരു പഞ്ച് കിടക്കായിരുന്നു. ഇവരെന്നോട് പറഞ്ഞു പഞ്ചാണ് എടുക്കണം. അപ്പൊ ഞാൻ വിശ്വസിച്ചു. ഇങ്ങനെ പറ്റിക്കണേനുള്ള ഉദ്ദേശം സർപ്രൈസ് ആക്കാൻ ഒരു സുഖം. ഞാൻ ഇന്ന് രാവിലെ അവരെ സർപ്രൈസ് ആക്കിയപ്പോ എനിക്കൊരു സുഖം കിട്ടിയില്ല. അതുപോലെ ഒരു മനസ്സുഖമല്ലേ. അപ്പൊ പഞ്ച്. അപ്പൊ ഞാൻ വീണ്ടും വിശ്വസിച്ചു പഞ്ചാണ്. ഇവരൊന്നും മൂടിയിടാത്ത. എന്നാലും അവരുടെ മേളിൽ പോവാന്ന്. മേളിൽ പോയപ്പോ ഈ വണ്ടി മൂടിയിട്ടേക്കണം. അപ്പോഴേ ഞാൻ ഇത്ര ഹൈറ്റ് ഇത്ര നീളം. അപ്പൊ ചേട്ടൻ എന്നോട് പറയണേ അതവര് താഴെ ഒരു പ്ലാറ്റ്ഫോം ഇട്ടിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഒരു ഇത് ഓളം തോന്നാനായിട്ട്. അപ്പൊ വീണ്ടും ഞാൻ അതും വിശ്വസിച്ച് എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പറ്റില്ല. അങ്ങനെ ബാക്കി പോയി തൊട്ട് നോക്കിയപ്പോ ഈ വണ്ടിയുടെ ഒരു എക്സ് പോലെ എനിക്ക് തോന്നി. അപ്പൊ അവിടെ ആ ഷോറൂം മൊത്തം കുറെ നെക്സോൺ അടുക്കിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നെക്സോൺ ആണല്ലേ. ഞാൻ നമ്മളെ വ്ളോഗ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഓ നെക്സോൺ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത് വീണ്ടും ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പോൾ വീണ്ടും നോക്കിയപ്പോ ഇവര് പീപ്പി ചേച്ചിയോടെ കണ്ണചേട്ടൻ പറഞ്ഞു നെക്സോൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചെന്ന്. അപ്പൊ പീപ്പി ചേച്ചി കണ്ടുപിടിച്ചു. അപ്പൊ വീണ്ടും ആ ആക്ടിങ് എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ പറ്റിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും പോയി നല്ലതുപോലെ ഒന്ന് തൊട്ട് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി കാവാണ് എടുത്തതെന്ന്. എന്തായാലും അവനും ഹാപ്പി ആണല്ലോ. ഭയങ്കര ഹാപ്പി. ഞാൻ
ഞാനും ഭയങ്കര happy. അടിപൊളി കേസ്. എനിക്ക് അവരുടെ സ്പെഷ്യൽ ഡേ ഒക്കെ അവിടെ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാർ എടുക്കുമ്പോ ഷോറൂമിൽ പോയി ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. തുണി വെക്കിയത് കണ്ടപ്പോ അവള് അതെ, കാറിന്റെ തുണി വെക്കല് കണ്ടപ്പോ ഞാൻ അപ്പൊ ഇന്ന് വ്ളോഗ് എടുത്തു എന്നുള്ളൊരു കാര്യത്തില് എനിക്ക് ഈ കാര്യം വ്ളോഗ് കാണുമ്പോ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള കാര്യത്തില് ഞാൻ ഹാപ്പിയായി. പക്ഷെ അന്നത്തെ ഷൂട്ട് കാണാതിരിക്കണേണ് നല്ലത്. പക്ഷെ ഇന്ന് ജോബി ചേട്ടാ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ക്യാമറ മറ്റേ ഗിംബൽ വെച്ച് എടുക്കാൻ പഠിച്ച്. ഗിംബലോ? മറ്റത് മറ്റേ ഷൂട്ട് വ്ളോഗല്ലല്ല. അല്ല, എന്താ വ്ളോഗല്ല അല്ലാതെ ഞാൻ കുറെ കാര്യങ്ങൾ വിപുലീകരമായ ദിവസമായിരുന്നു സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ പണി പോണത് കാണാം. നിങ്ങൾ ഇത് കാണുമ്പോഴായിരിക്കും ഞാനും അത് കാണുന്നത്. ഇപ്പോ ലെറ്റ്സ് എക്സ്പീരിയൻസ് ദിസ് ടുഗദർ. എക്സ്പെരിമെന്റ് നിനക്ക് എന്താണോ പറയാനുള്ളത് പറയാ. കൂടുതൽ ജഡ്ജ് ചെയ്യാൻ നിൽക്കല്ലോ, എനിക്കിതൊന്നും ഇഷ്ടം. അവൾ അവളുടെ മാക്സിമം ട്രൈ ചെയ്തു ഗൈസ്. അത് ഞാൻ പറഞ്ഞത് കൊണ്ട് നമ്മുടെ വ്ളോഗിന് വേണ്ടി ചെയ്തതാണ്. അത് ചേട്ടന്റെ വ്ളോഗ് ആയതുകൊണ്ടാണ് ഇത്രയും ബിൽഡ് ചെയ്ത് വെച്ചേക്കണത്. ഞാൻ കേറി കൊളാക്കണത് ശരിയല്ല. എന്റെ വ്ളോഗ് ആയിരുന്നെങ്കിൽ ഞാൻ എന്തും കാണിച്ചു. അപ്പോൾ വ്ളോഗ് തുറക്കാൻ താല്പര്യമുണ്ടോ? ഓ, എവിടം വരെ എത്തി അല്ലേ കുട്ടി? വ്ളോഗ് തല കാണിക്കാതെ നടത്തുന്നപ്പോ വ്ളോഗ് എടുക്കുന്നു. അവസ്ഥയാണ് എന്റെ. അയ്യോ വ്ളോഗിൽ തന്നെ കാണിക്കണം, റീൽസിൽ പോയി തകർത്ത് അഭിനയിക്കുമല്ലേ. അതെ അതെ, അതൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കാണിക്കണം. ഭർത്താവിന് വേണ്ടിയല്ലടാ ഇപ്പൊ വ്ളോഗ് എടുത്തിട്ട് വന്നത്. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു. ലക്കി ഭർത്താവ് ബൈ ദ ബൈ. അപ്പൊ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കൂടെ ഞാനും ഇത് കാണുന്നതായിരിക്കും എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചതെന്ന്. ഒരു ഐഡിയ ക്ഷീണം മാറ്റാൻ 2 മാസത്തേക്ക് ഇനി വ്ളോഗിൽ എന്ന് പറഞ്ഞിട്ട് നാളെ വരാനുള്ളതാണ്. മിണ്ടായിരുന്നാണ് നീ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ. അത് കട്ട് മൈക്ക് എന്റെ കമ്മലിൽ കുരുങ്ങി. നമ്മളത്തെ ചേട്ടനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് പറ്റൂല.